ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ആലു ബോണ്ടയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് 4 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിലിട്ട് ഒരു വിസിലടുപ്പിച്ച് അതിൽ എയർ അതിനകത്ത് തന്നെ ഇരുന്ന് ഫുൾ പോണ വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഞാനിവിടെ സവോളയുടെ പകുതി ഭാഗം ചെറുതായി അരിഞ്ഞത്, പിന്നെ വെളുത്തുള്ളി കുറച്ച് ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, മല്ലിയില, കറിവേപ്പില ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബോണ്ട ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പോകണം. ആലു ബോണ്ട ഉണ്ടാക്കാൻ അത്ര പാടുള്ള പണിയൊന്നുമല്ല കേട്ടോ, വളരെ ഈസിയാണ്. ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോവുക. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് കൊടുക്കുക. ആദ്യം തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തൊന്ന് മിക്സായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു പച്ചമുളകായിട്ട് എടുത്തോളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകും കൂടി ഇടാം. പിന്നെ അതൊന്ന് ചെറുതായിട്ട് കുറച്ച് കട്ട് ചെയ്തിടാം. ഞാനിവിടെ കുട്ടിക്ക് കൊടുക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ കൂടുതൽ വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടാനുസരിച്ച് കട്ട് ചെയ്തിടാവുന്നതാണ്. ഇനി നമ്മൾ സബോളയൊക്കെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ അതൊന്ന് വഴണ്ട് വരാനായിട്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വരുന്നതായിരിക്കും. ഇട്ട് കൊടുത്ത സവോളയൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് ചെയ്യേണ്ടി വരും, കാരണം പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുമ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത സവോളയൊക്കെ കരിഞ്ഞു പോവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മല്ലിയിലയാണ്. മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. മല്ലിയിലയുടെ ഒരു ഫ്ലേവറും കൂടി ആകുമ്പോൾ നമ്മുടെ ആലു ബോണ്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റായിരിക്കും. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഞാനൊരു 2-3 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എൻ്റെ കയ്യിൽ ഉള്ളത് ചെറിയ സ്പൂണാട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പച്ചപ്പ് മാറാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് ഇളക്കി അതിൻ്റെ പച്ചപ്പൊക്കെ മാറി കഴിയുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് വെജ് മസാലയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാല ഉണ്ടെങ്കിൽ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ഇട്ട് കൊടുത്ത മസാലയുടെയൊക്കെ ഒരു പച്ചപ്പ് മാറി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഉടച്ച് കൊടുക്കണം. അതുപോലെ നമ്മൾ ഇളക്കാൻ എടുത്ത് വെച്ചിരിക്കുന്ന കയ്യിലും കൊണ്ട് തന്നെ നന്നായിട്ട് ഉടച്ച് കൊടുക്കുക. ഇതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ബോൾസായിട്ട് എടുക്കാനുള്ളതാണ്. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ ചെയ്യാം. കുറച്ച് ചൂടാറാൻ അനുവദിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി ഇതുപോലെ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമുക്ക് എണ്ണ ചൂടാവാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച മാവിൽ മുക്കിയിട്ട് നന്നായിട്ട് മുക്കിയിട്ട് ആ എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു വശം ഫ്രൈ ആയി കഴിയുമ്പോൾ മറിച്ചിട്ട് അപ്പുറത്തെ വശം കൂടിയും അങ്ങനെ ആക്കി ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ ബോൾസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം.
അപ്പോൾ ഞാനിവിടെ ഒരെണ്ണമാണ് കാണിക്കുന്നുള്ളൂ, ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീട്ടിൽ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വിഭവവുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.